ഈ സമ്പത്ത് പോകാൻ അധികം സമയം വേണോ? വേണ്ട. എനിക്കറിയാം ഒരു മനുഷ്യൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം, ആ മനുഷ്യന് ഞാനുമായിട്ട് പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് വമ്പനൊരു സ്ഥലവും വീടുമുണ്ട്, കോടിക്ക് മേലെ വിലയുണ്ടത്. അതുപോലെ അദ്ദേഹത്തിന് 2 വാഹനം, നല്ല വില കൂടിയ വാഹനം ഉണ്ടായിരുന്നു. അയാൾക്ക് സ്വന്തം വീടും വലിയ പറമ്പും, അതുപോലെ അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ. സ്നേഹമുള്ള ദൈവജനമേ, ഒരു ദിവസം, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാനിവിടെ എൻ്റെ സ്കൂട്ടി പെട്രോൾ കഴിഞ്ഞ് കിടക്കാണ്, ഒന്ന് ഇതുവരെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വേഗം എൻ്റെ വണ്ടി കൊണ്ടുപോയി പെട്രോൾ നിറച്ച് ഞാൻ ചെന്നു. ഞാൻ എന്നിട്ട് അത് ഒഴിച്ച് സ്റ്റാർട്ട് ആക്കി. ഞാൻ ചോദിച്ചു, നീ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. അവൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയാം? ഞാൻ ഈശോയുടെ നാമത്തിൽ പറയാം, ഞാൻ നുണ പറയില്ല. പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ കേട്ടോ, അല്ലാത്തപ്പോൾ നുണ പറയില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നുണ പറയില്ല, യേശു നാമത്തിലാണ് പറയണേ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നോക്കിയേ, ഞാൻ ഭാര്യയുടെ താലി വിൽക്കാൻ പോവാന്ന് പറഞ്ഞു. നീ എന്തായി പറയണ? താലി വിൽക്ക്. ഒരു ക്രിസ്ത്യൻ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ താലി ആർക്കുള്ളതാ? അത് പള്ളിക്കുള്ളതാ, പള്ളിയുടെ സ്വത്താ. ഞാൻ പറഞ്ഞത് പള്ളിയിൽ കൊടുക്കേണ്ടതല്ലേ, ഭാര്യ എന്നാ മരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ മോന് സ്കൂളിൽ പോകാൻ ബസ് കയറി പോകണം, അതിന് പൈസയില്ല. അപ്പോൾ നിൻ്റെ ആ വീട് നാൾ വിറ്റോന്ന് കേട്ടു ഞാൻ. 1.25 കോടിക്ക്. നിനക്ക് വേറെയും കുറേ സ്ഥലങ്ങളുണ്ടായില്ലേ? നിനക്ക് ടൗണിൽ വലിയൊരു വീടും സ്ഥലവും മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ടായില്ലേ? 2 വാഹനങ്ങൾ. എന്താ ചെയ്തതൊക്കെ? ദൈവത്തോട് ആലോചന ചോദിക്കാതെ പലതിലും നിന്ന് പെട്ടു. ആ ബിസിനസ് തുടങ്ങി, ഈ ബിസിനസ് തുടങ്ങി, വിദേശത്തുള്ള ആളായിട്ട് പോലും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്. അവൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. എല്ലാം തകർന്നു, തരിപ്പണമായി. അവസാനം മോന് ബസ് ചാർജ് ഇല്ലാതെ താലി വിൽക്കാൻ പോവാ. ഓർത്തു നോക്കിക്ക്. ഞാൻ അവന് പെട്രോൾ ഒഴിച്ചു കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു 1000 രൂപ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ നന്മ പറയല്ലാട്ട, എൻ്റെ ക്ഷമിക്കണേ. ഞാൻ പറഞ്ഞു, താലി വിൽക്കണ്ട, നീ വീട്ടിൽ പോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം പോകാൻ അധികം സമയമൊന്നും വേണ്ട. നമുക്ക് അലങ്കരിക്കാൻ ഒന്നുമില്ല പ്രിയമക്കളെ. നമ്മൾ പാവങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത, പാപം ചെയ്യാതിരിക്കുക, തിന്മ ചെയ്യാതിരിക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലത്തിനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. ആ വചനം ഒന്നുകൂടി വായിച്ചോ. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ പറയരുത്. നീ പറയരുത്. വായിച്ചോ. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. മതി. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നീ പറയരുത് കേട്ടാ, പറയരുത്.
ഇതൊന്നും പോകാൻ അധികം സമയം വേണ്ട. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നീ പറയരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് സമ്പത്ത് നേടാൻ ശക്തി തന്നത് ആരാണ്? ദൈവം. നിയമാവർത്തനം 8:12 നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അതിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും നിങ്ങളുടെ സ്വർണവും വെള്ളിയും വർദ്ധിക്കുകയും മറ്റ് സകലതിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. നിങ്ങൾ അഹങ്കരിക്കരുത്. ഞാൻ ഗ്യാരണ്ടി പറയാം ദൈവമക്കളെ, 10-35 വർഷമായിട്ട് ഈ ശുശ്രൂഷയിലാണ്. ഞാൻ ഗ്യാരണ്ടി പറയാം, ഇവിടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വീടില്ലാത്തവരിപ്പുണ്ട്, നല്ല വീടുള്ളവരിപ്പുണ്ട്, രോഗികളും പ്രശ്നമുള്ളവരൊക്കെ. നിങ്ങളിവിടെ ഇരുന്ന് ദൈവത്തോട് പറയണം, ദൈവമേ നീ എൻ്റെ കാര്യം നടത്തി തരണം, ഞാൻ ജീവിതത്തിൽ നിന്നെ മറക്കില്ല എന്ന് പറയണം. ദൈവത്തെ മറക്കരുത് കേട്ടോ, പാവാ ദൈവം. ഇവിടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വീടില്ലാത്തവരിപ്പുണ്ട്, നല്ല വീടുള്ളവരിപ്പുണ്ട്, രോഗികളും പ്രശ്നമുള്ളവരൊക്കെ. നിങ്ങളിവിടെ ഇരുന്ന് ദൈവത്തോട് പറയണം, ദൈവമേ നീ എൻ്റെ കാര്യം നടത്തി തരണം, ഞാൻ ജീവിതത്തിൽ നിന്നെ മറക്കില്ല എന്ന് പറയണം. ദൈവത്തെ മറക്കരുത് കേട്ടോ, പാവാ ദൈവം. നല്ലവനായ ഈശോ, ഒരിക്കലും ദൈവത്തെ മറന്നു പോകരുത്. നല്ലവനായ ഈശോ, ഒരിക്കലും ദൈവത്തെ മറന്നു പോകരുത്. ദൈവത്തെ എപ്പോഴെല്ലാം മറന്നിട്ടുണ്ടോ നമ്മൾ, അപ്പോഴെല്ലാം പാപത്തിൽ വീണിട്ടുണ്ട് ദൈവമക്കളെ. ഒരു പ്രലോഭനം വരുമ്പോൾ ദൈവത്തെ അങ്ങോട്ട് മനഃപൂർവ്വം അങ്ങോട്ട് മാറ്റി നിർത്തുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദൈവത്തെ പഴിക്കരുത് കേട്ടോ. ദൈവം നല്ലവനാ. നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും അങ്ങോട്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതി പറയാം.